മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെറും ഐസ് ക്യൂബ് വെച്ചുകൊണ്ട് മാസം 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഏണിംഗ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും, പക്ഷെ വിശ്വസിച്ചേ പറ്റൂ. അപ്പോൾ ഒരു ഐസ് ക്യൂബ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും സെറ്റ് കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഫസ്റ്റ് പോയിന്റ് ആണ് അണ്ടർസ്റ്റാൻഡിംഗ് ദ മാർക്കറ്റ്. അതായത് നമ്മൾ ഇത് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇതിന്റെ ഡിമാൻഡും ഇതിന്റെ സപ്ലൈ ആണ്. ഇതൊരു അൺറേറ്റഡ് ഇൻഗ്രീഡിയന്റ് ആയിട്ട് ഐസ് ക്യൂബിന് ആരും കണക്കൂട്ടണ്ട. കാരണം ഇതൊരു കോമ്പറ്റീഷൻ ലെവൽ ഇല്ലാത്ത ഒരു മേഖലയാണ് ഐസ് ക്യൂബ് സെയിൽ ചെയ്യുന്നത്. ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന മേഖലകൾ എന്തൊക്കെയാണെന്ന് ഹോട്ടൽ, പബ്, റെസ്റ്റോറന്റ്, കഫേ എന്നിവിടങ്ങളിലെല്ലാം എന്തായാലും ഐസ് ക്യൂബ് ആവശ്യമായി വരും. കാരണം ഒരുവിധം ഫുഡുകളിലെല്ലാം ഐസ് ക്യൂബ് ആഡ് ചെയ്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് ഈ പറഞ്ഞ മേഖലകളിലെല്ലാം ഇത് ആവശ്യമായി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് മാർക്കറ്റ് ചെയ്യാൻ അത്ര വലിയ ബുദ്ധിമുട്ടിന്റെ ഒന്നും ആവശ്യമുണ്ടാകില്ല. ഇതിന് വേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ് മേക്കിംഗ് മെഷീൻ, ഇൻസുലേറ്റഡ് പാക്കേജിംഗ് മെഷീൻ, അതുപോലെ തന്നെ വാട്ടർ പ്യൂരിഫൈ ചെയ്യാൻ ഒരു എയറോ പ്ലാന്റ്, അതുപോലെ തന്നെ ഫ്രീസേഴ്സ്. ഈ 4 മെഷീൻസ് ആണ് ഇതിനാവശ്യമായി വരുന്നത്. പിന്നെ ഇതിന് വേണ്ട ലൈസൻസ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസും കോർപ്പറേഷൻ ട്രേഡിംഗ് ലൈസൻസുമാണ് ഇതിനാവശ്യമായി വരുന്നത്. പിന്നെ നമ്മൾ ചെയ്യേണ്ട വലിയൊരു കാര്യമാണ് പേഴ്സണൽ കോൺടാക്ട്. അതായത് നമ്മൾ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ നല്ലൊരു പേഴ്സണൽ കോൺടാക്ട് വെക്കുക. കാരണം നമുക്കൊരു ആദ്യം ഒരു ഓർഡർ വന്നു, അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല ക്വാളിറ്റിയിലാണ്, നല്ല രീതിയിലാണ് എന്നുണ്ടെങ്കിൽ രണ്ടാമതും നമുക്ക് പ്രോഡക്റ്റിന്റെ സപ്ലൈ തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരായിട്ട് നല്ലൊരു കോൺടാക്ട് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരുമായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ട് നല്ലൊരു പേഴ്സണൽ കോൺടാക്ട് എപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രമിക്കും. ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മാർക്കറ്റിംഗ്, ഇതിന്റെ മാർക്കറ്റിംഗ്. അപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോട്ടൽ, പബ്, റെസ്റ്റോറന്റ്, കഫേ എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഐസ് ക്യൂബിന്റെ ആവശ്യം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വേണ്ട പബ്ലിസിറ്റിയിൽ നിങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇവരെ ആകർഷിക്കുന്ന രീതിയിൽ, ഈ ഹോട്ടൽ മേഖലയിലുള്ള ആൾക്കാരെ ആകർഷിക്കുന്ന രീതിയിൽ നിങ്ങൾ ഇതിന്റെ മാർക്കറ്റിംഗ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ കൂടുതലായിട്ട് നമുക്ക് വിറ്റ് വരാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പൊ ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഐസ് ക്യൂബ് ബിസിനസ് ഒരു പ്രോഫിറ്റ് മേഖലയിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള യൂണിക് ഐഡിയകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്.